ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഞാൻ ഇന്ന് നിഫ്റ്റിയുടെ മോർണിംഗ് സെക്ഷനാണ് കാണിക്കുന്നത്. മോർണിംഗിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ വന്ന മൊമെന്റ് നമുക്ക് 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് നേരം ചാർട്ട് ഇരിക്കാതെ പെട്ടെന്ന് ഓപ്ഷനിൽ പ്രോഫിറ്റ് നേടാൻ കഴിയും. അപ്പോൾ റിസ്ക്കിയാണ്, പക്ഷേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ സിക്കിൾ എടുക്കാം, ഏത് സിക്കിൾ അവോയ്ഡ് ചെയ്യാമെന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ സ്കാൽപ്പിങ്ങിലൂടെ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം M1 ആണ്. M1 M5 കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഏതൊക്കെ സിക്കിൾ അവോയ്ഡ് ചെയ്യാം, ഏതൊക്കെ റിവേഴ്സ് പോകും, ഏതൊക്കെ ആക്യുറേറ്റ് ആണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെക്ഷനിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് സപ്പോർട്ട് 2-3 പ്രാവശ്യം അടിച്ചിറങ്ങി. ആദ്യത്തെ ട്രേഡ് മിസ്സായാലും നെക്സ്റ്റ് ലെവൽ എവിടെ എടുക്കണമെന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. 100 പോയിന്റ് മാർക്കറ്റ് താട്ടിറങ്ങിയിട്ടുണ്ട്. പുട്ട് ഓപ്ഷനിൽ 24-5 വന്ന മൊമെന്റ് ആണ്. നമ്മൾ 96 എടുത്ത എൻട്രിയാണ്. അവിടുന്ന് ആദ്യത്തെ ബ്രേക്കിൽ നിന്ന് കയറിയപ്പോൾ 127 വരെ കയറി. രണ്ടാമത് പിന്നെ റിട്രേസ്മെന്റ് അടിച്ച് ഇറങ്ങി 118 വരെ പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറിയത് 132 വരെ. മൂന്നാമത്തെ ബ്രേക്കിൽ 128 പിന്നെ നമുക്ക് മാർക്കറ്റ് 143 ആണ്. പക്ഷേ 143 മേളിൽ കയറിയിട്ടുണ്ട്. 158 വരെയൊക്കെ പോയ 157-58 ആ റേഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം, കാരണം സോഫ്റ്റ്വെയർ അവിടെ ബൈ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് 3 ടാർഗറ്റ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ മിനിറ്റ് വൈസ് ചാർട്ട് വെച്ചാൽ മതി. M1 വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് M1 മോർണിംഗ് ലെവൽ കാണിക്കും. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ക്ലോസിംഗ് ലെവലിലും ഇന്ന് 8th ഓഗസ്റ്റ് ആണ്. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ മാർക്കറ്റ് നല്ല രീതിയിൽ അടിച്ചു കയറി. മോർണിംഗ് ലെവലിലും നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലൈവ് സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വേർഷന് മുന്നേ നമുക്ക് ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജി, 2 സ്കാനർ. ഇപ്പോൾ സ്റ്റോക്കിലൊക്കെ ചെയ്യുന്ന യൂസ്ഫുൾ ആയ സ്കാനറാണ്. ഇത് മോർണിംഗിൽ വരുന്ന മൊമെന്റുകൾ ഏത് സോഫ്റ്റ്വെയർ ഏത് സ്റ്റോക്കിലാണ് കറക്റ്റ് മോർണിംഗ് മൂവ്മെന്റ് ഉള്ളതെന്നുള്ള സ്കാനറിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ രാവിലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള സ്റ്റോക്കുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അഡാനി പോർട്സ് നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺ സെക്ഷനിലാണ്. അപ്പോൾ അഡാനി പോർട്സ് നമ്മൾ ചാർട്ട് എടുത്ത് നോക്കിയാൽ അഡാനി പോർട്സ് കാണാൻ സാധിക്കും. മാർക്കറ്റ് മോർണിംഗിൽ തന്നെ താട്ടിറങ്ങിയിട്ടുണ്ട്. നമുക്ക് മിനിറ്റ് വൈസ് ചാർട്ട് വെച്ച് നോക്കിയാലും നല്ല ഇറക്കമുണ്ട്. 5 മിനിറ്റ്സിലാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താട്ടിറങ്ങുന്നു. അപ്പോൾ കറക്റ്റ് ലെവലിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്കാനറിൽ തന്നെ മോർണിംഗ് സെക്ഷനിൽ നമുക്ക് നല്ല സ്റ്റോക്കിൽ നല്ല സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് പിക്കാൻ എളുപ്പമുണ്ട്. അതേപോലെ കറക്റ്റ് ട്രെൻഡ് തിരിച്ചറിയാം. നമുക്ക് ഏത് സ്റ്റോക്കാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. ഈ സ്റ്റോക്ക് നല്ല സ്ട്രോങ് ഡൗൺ ആണ്. അപ്പോൾ ആ ചാർട്ട് നമുക്ക് ആ കറക്റ്റ് മൂവ്മെന്റ് പോകുന്ന ചാർട്ടുകൾ കറക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പം ഇതും രാവിലെ മാർക്കറ്റ് സെല്ലിൽ വന്ന് താട്ട് ഇപ്പോൾ സപ്പോർട്ട് അടിച്ച് 3 ടാർഗറ്റും നമുക്ക് അടിച്ച് മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല സ്റ്റോക്കിൽ പിക്കാനുള്ള സ്കാനറും അതേപോലെ 8 ടൈപ്പ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. ഇതിനകത്ത് ഇത്രയും നോക്കിയാൽ മതി. സെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാകും. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ എൻട്രി പോയിന്റ് ഏതാണ്, ടൈമിംഗ് ഏതാണ്, ടാർഗറ്റുകൾ താഴെ 3 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഗ്യാപ് ഡൗണിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഒറ്റയടിക്ക് മാർക്കറ്റ് ഇറങ്ങി. പക്ഷെ താഴെ ആ സമയത്ത് നോക്കുമ്പോൾ കൺഫേം ആയില്ല. പക്ഷെ ഇവിടെ ഒറ്റയടിക്ക് ഇറങ്ങുകയും ചെയ്തു. പക്ഷെ ഇവിടെ ട്രേഡ് എടുക്കരുത്. ഇവിടുന്ന് റിട്രേസ്മെന്റ് പോയി തിരിച്ചാ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിലാണ്. അപ്പോൾ ആ ക്യാൻഡിലാണ് ബ്രേക്ക് വന്നത്. അവിടെ നിന്നാണ് ട്രേഡ് എടുപ്പിക്കാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ പുട്ട് ഓപ്ഷൻ പിടിച്ചതാണ് 24-5 അവിടെ നിന്ന് മാർക്കറ്റ് ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്ത് പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് ഈ 97 അവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഒറ്റയടിക്ക് ആ ബ്രേക്കിൽ കയറി തന്നെ 127 വരെയാണ്. അപ്പോൾ മോർണിംഗിൽ തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ് 9:30 മുമ്പ് തന്നെ നമുക്ക് പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞു. നല്ല റിട്ടേൺസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ട്രേഡ് മിസ്സാർക്ക് രണ്ടാമത് അവിടെ നിന്ന് ഒരു ഡിപ്പ് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു 117. ആ ഡിപ്പിൽ നിന്ന് പിന്നെ എടുത്ത് 132 ഒറ്റയടിക്ക് കയറ്റം പോയി. അവിടുന്ന് മാർക്കറ്റ് പിന്നെയും നമുക്ക് ആദ്യത്തെ ട്രേഡ് മിസ്സാർക്ക് അടുത്ത ട്രേഡാണ് റിട്രേസ്മെന്റ് തിരിച്ചു പോകും. പക്ഷെ അവിടെ സോഫ്റ്റ്വെയർ സെല്ല് പറയുന്നില്ല, നമുക്ക് തിരിച്ചു കയറുന്ന അവിടെ പറയുന്നതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം 3 ടാർഗറ്റ് ഹിറ്റായതിനു ശേഷം പിന്നെയും മാർക്കറ്റ് കയറുകയാണെങ്കിൽ നമുക്ക് റീ എൻട്രി ലെവലായിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് കാണിച്ചത് നിഫ്റ്റിയുടെ ഓപ്ഷൻസിന്റെ മോർണിംഗ് മൊമെന്റ് ആണ്. ഒരുപാട് നേരം ചാർട്ടിലിരിക്കാതെ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാവുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതിൽ സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്ന് സ്ട്രോങ് ആയിട്ട് ആ റെസിസ്റ്റൻസ് സപ്പോർട്ടിങ് കട്ട് ചെയ്ത സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. സോഫ്റ്റ് സിഗ്നൽസ് അഥവാ മാർക്കറ്റ് റിവേഴ്സ് പോകാൻ സാധ്യത കൺഫർമേഷൻ തരത്തില്ല. അവിടെ ഈ ലൈൻ മാത്രമായിട്ട് തിരിയും, ആ താഴെ മാറാതിരിക്കുകയും ചെയ്യും. അത് കൺഫർമേഷൻ നമുക്ക് തരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എടുക്കണ്ട. 1 മിനിറ്റ് വൈസ് ചാർട്ട് വെച്ച് യൂസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ടിനെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ മാത്രം എടുത്തേച്ചാൽ ഒരു ഹൈക്കിൽ ഓപ്പൺ ആകുമ്പോൾ ഒരു ഡിപ്പിൽ പിടിക്കുക. നമുക്ക് അന്നേരം മാർക്കറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ബ്രേക്ക് നമുക്ക് എസ് എൽ കിട്ടാൻ ചാൻസ് കുറയും. പിന്നെ ആ കറക്റ്റ് ബ്രേക്ക് ഇവിടെ നിന്ന് തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.